ഒരു കിണ്ണര ഗാനം മൂടി ഒളിക്കും കുയിലിനു വേണ്ടി പാടാം തമ്പിളിമാണത്തഞ്ചിനിതാവേ പോലെ ഒരു കുമ്പിൾ നിറയെ കൂവളം മുട്ടുകൾ കോർത്തുമിടഞ്ഞതു നീട്ടാം. ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് ഗ്രേറ്റ്. അപ്പം ഞാൻ ദേ കെട്ടി ഒരുങ്ങി നിൽക്കുന്നത് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ടാണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ സ്കൂളിൽ പോകുന്നത്. കോൺടാക്ട് സർട്ടിഫിക്കറ്റും ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റും വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങണം. അപ്പം ഞാൻ ഈ ടോപ്പ് പർച്ചേസ് ചെയ്തത് സുഡിയോയിൽ നിന്നായിരുന്നു. എൻ്റെ കറണ്ട് ഫേവറേറ്റ് ടോപ്പാണ്. അപ്പം അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു നീണ്ട കാത്തിരിപ്പായിരുന്നു ബസ്സിന് വേണ്ടിയിട്ട്. കറക്റ്റ് 9:30 ആയപ്പോൾ ബസ് സ്റ്റോപ്പിലെത്തി. പക്ഷേ ബസ് വന്നപ്പോഴത്തേക്കും സമയം 10:10. അത്ര ഞാൻ ശരിക്കും പോസ്റ്റായിപ്പോയി, ബസ് വന്നില്ല. അപ്പോൾ അത് എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. അവൾ എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞു. ഞാൻ അവളോട് പറഞ്ഞു, എടി ഞാൻ ആദ്യം വരും, നീ ടെൻഷൻ അടിക്കേണ്ടെന്ന്, ഞാൻ പോസ്റ്റേ ആക്കത്തില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് അവളാണ് ഗൈസ് ആദ്യം വന്നത്. ബസ് ലേറ്റ് ആയതുകൊണ്ട് എനിക്ക് സീറ്റും കിട്ടിയില്ല. അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും ഇവളുടെ വായിൽ നിന്ന് എനിക്ക് കേൾക്കാൻ എനിക്കൊന്നും ബാക്കിയില്ല. എന്താണ്ടൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ ആദ്യം കാണിച്ച മലയും ഈ മലയും കൂടെ കയറിയിട്ട് വേണം സ്കൂളിലെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ 6 to 10th വരെ പഠിക്കുന്ന പിള്ളേരാണെന്ന് തോന്നുന്നു. അവിടെ കൂടെ ഓടിക്കളിച്ച് നടപ്പുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ എനിക്ക് വേണ്ടി മാത്രമാണ് മേടിച്ചത്, അവൾ മേടിച്ചില്ലായിരുന്നു. എന്നിട്ട് അതൊക്കെ വാങ്ങി തിരിച്ചു വന്നു. ഇവളാണെങ്കിൽ സ്കൂളിൽ ചെന്നിട്ട് ടീച്ചർമാരോടൊക്കെ വർത്താനം പറയാമല്ല, എല്ലാവരോടും നിരത്തി പിടിച്ചിരുന്നു ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുവാണ്. എന്നിട്ട് സ്കൂളിൽ നിന്ന് ഇറങ്ങിയിട്ടും അവൾ ഫോൺ താഴെ വെക്കാതെ ഇങ്ങനെ എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഞാനാണെങ്കിൽ വീഡിയോയിൽ എടി നീ എന്തെങ്കിലുമൊക്കെ പറ, നമുക്ക് വീഡിയോ ഇടാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവൾ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ ഇതിനി ശരിയാകത്തില്ല, നമുക്ക് പോകാൻ. എന്നിട്ട് ഞാൻ സ്കൂളിനോട് ടാറ്റ ബൈ ബൈ സീ യു എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി. ഇപ്പം ഇവൾ പറയുന്നത്, അയ്യോ വീഡിയോ എടുത്ത് എന്നെ ഫേമസ് ആക്കരുത്, ഞാൻ പോവാണ്, അങ്ങനെയാണ്. അപ്പോൾ ഇത് താഴത്തുപള്ളിയാണ്, ഇതിൻ്റെ പൊക്കത്താണ് സ്കൂളിരിക്കുന്നത്. ഞാൻ കുറേ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ, അയ്യോ ദൈവമേ എന്നെ മാത്രം കാത്തുരക്ഷിക്കണമെന്ന് ഞാൻ നന്നായി പ്രാർത്ഥിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ കടയിലോട്ടാണ് പോയത്. അപ്പോൾ കടയിൽ ചെന്നപ്പോഴത്തേക്ക് ഈ ഒരു ഫ്ലെക്സ് കണ്ടു, അർജുൻ്റെ. എൻ്റെ അനിയത്തിയും കടുത്തുരുത്തി തന്നെ SKPS-ലാണ് പഠിക്കുന്നത്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്ന്. അപ്പം തൊട്ട് എൻ്റെ ആഗ്രഹമാണിത് കാണുന്നത്. പിന്നെ ഇത് കണ്ടോ, ഞങ്ങൾ പഠിച്ചപ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, ഞങ്ങൾ പോയതുകൊണ്ട് എല്ലാം മാറ്റി. പിന്നെ ആൻറ്റി ശരിക്കും ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെ തന്നെയാണ്. നമ്മൾ പരീക്ഷയൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ക്ലാസ്സൊക്കെ വന്നു കഴിഞ്ഞിരിക്കുമ്പോൾ മെയിനായിട്ട് കയറുന്ന കടയാണത്. അവിടെ കയറാത്തൊരു ദിവസം പോലും ഉണ്ടാകത്തില്ല. പിന്നെ മേടിച്ച് കഴിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ അവളുടെയും കയ്യിൽ 10 രൂപ ഉണ്ടായിരുന്നു. അതിന് ഞങ്ങൾ ജ്യൂസ് മേടിച്ച് കുടിച്ചു. അത് കുടിച്ചപ്പോൾ തന്നെ വല്ലാത്തൊരു ആശ്വാസമായിരുന്നു. കാരണം സ്കൂളിൽ പോയി കുറേയൊക്കെ ഒരു ടെൻഷനാണല്ലോ സ്കൂളിൽ കയറുമ്പം. അങ്ങനെ പറഞ്ഞ് തൊണ്ടയൊക്കെ വറ്റിയിരുന്നു. അപ്പോൾ അത് കുടിച്ചപ്പോൾ നല്ല ആശ്വാസമായിരുന്നു. അപ്പം എൻ്റെ ബസ് ആദ്യം വന്നപ്പോൾ തന്നെ ഞാൻ ചാടി കയറി. അപ്പോഴത്തേക്കും എനിക്ക് സൈഡ് സീറ്റ് കിട്ടി കേട്ടോ. സൈഡ് സീറ്റ് കിട്ടിയ പിന്നെ എനിക്ക് ഭ്രാന്താണ്. ഞാനിങ്ങനെ പുറത്തത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. കാഴ്ചകളെന്ന് പറയാനൊന്നുമില്ല, കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ ഇതേ കാഴ്ചകളാണ് കാണുന്നത്. പിന്നെ ബസ്സിൽ കയറി എൻ്റെ മെയിൻ അസുഖമാണ് ഹെഡ്സെറ്റ് വെച്ച് പാട്ട് കേട്ടിരിക്കുന്നത്. അതിന് വല്ലാത്തൊരു ഫീലാണ്. എന്തോ മൈൻഡൊക്കെ ഭയങ്കരമായിട്ട് അങ്ങ് റിലാക്സ് ആകുന്ന പോലെയാണ് എനിക്ക്. അപ്പം ഞാൻ വീട്ടിൽ വന്നു. എൻ്റെ കോൺടാക്ട് സർട്ടിഫിക്കറ്റും ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റും കിട്ടി. പ്രിൻസിപ്പൾ അതിനകത്ത് ഗുഡ് എന്നൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. അത്യാവശ്യം കുറേ വേലത്താരങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു സ്കൂളിൽ വെച്ച്. അപ്പോൾ ശരിക്കും ക്ഷീണിച്ചു വീട്ടിൽ വന്ന് കയറിയപ്പോഴേ നല്ല വിശപ്പായിരുന്നു. എന്നിട്ട് ഞാൻ ഏതാണ്ടൊക്കെ എടുത്ത് കഴിച്ചു. അപ്പം അത്രേ ഉള്ളൂ. ടാറ്റാ.